AI ടൂൾസിന്റെ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പഴയ പോലെ ഡീബഗ് ചെയ്തിട്ട് കോഡ് ചെയ്യേണ്ട അവസ്ഥയായിട്ടുണ്ട്. കേഴ്സറിൽ ക്ലോഡ് ഓപ്പസ് പ്ലാനിങ്ങിനും സോണറ്റ് എക്സിക്യൂഷനുമാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതിപ്പോൾ ഓട്ടോ മോഡിലിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വലിയ മോഡൽ സെലക്ട് ചെയ്തിട്ട് പ്ലാൻ മോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കാണിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേഴ്സറിന്റെ എന്റർപ്രൈസ് പ്ലാൻ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുള്ളത്. ഇപ്പോഴത്തെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു KTയും കിട്ടാത്ത, എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത പ്രൊജക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ കേപ്പബിൾ മോഡൽസ് യൂസ് ചെയ്യാതെ ഒരു രക്ഷയില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേഴ്സർ അവരുടെ ഫിക്സ്ഡ് റിക്വസ്റ്റ് മോഡൽസ് നിന്ന് ഒരു കമ്പ്യൂട്ട് ബേസ്ഡ് ക്രെഡിറ്റ് മോഡലിലേക്ക് മാറി. അതുകൊണ്ടാണെന്നാണ് ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ പറഞ്ഞത്. നോർമൽ എന്റർപ്രൈസ് പ്ലാനും അതിന്റെ കൂടെ ഒരു $100 ക്രെഡിറ്റും ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ക്രെഡിറ്റ് പൂളാണ് എല്ലാ ടോട്ടൽ ടീമിന്. അപ്പോൾ ഏതെങ്കിലും ടീമിൽ വേറെ ആരെങ്കിലും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും കിട്ടും ഈ ക്രെഡിറ്റിന് അല്ലിട്ട്. പിന്നെ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. പണ്ട് കോപ്പൈലറ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ കോപ്പൈലറ്റിനും ഈ ഫിക്സ്ഡ് റിക്വസ്റ്റ് നിന്ന് ടോക്കൺ ബേസിലേക്ക് അവരും മാറിയിട്ടുണ്ട്. സബ്സിഡൈസ് ആയിട്ടാണ് നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഈ സെയിം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.